ഇന്ന് ഞാൻ ചെയ്ത് കാണിക്കുന്നത് ചെമ്മീൻ റോസ്റ്റിൻ്റെ റെസിപ്പിയാണ്. വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ റോസ്റ്റ് എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ 400 ഗ്രാമാണ് ചെമ്മീൻ എടുത്തിരിക്കുന്നത്. നല്ല ക്ലീൻ ആക്കിയതിന് ശേഷമുള്ള വെയിറ്റ് ആട്ടോ പറയുന്നത്. ഇത് ആദ്യമേ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കുകയാണ്. അതിന് വേണ്ടുന്ന മസാലകളാണ് ഇനി കാണിക്കുന്നത്. 3 ടീസ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർക്കുന്നു. പിന്നെ ഒരു 1/2 ടീസ്പൂണ് മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. മല്ലിപ്പൊടി ഒരുപാട് ചേർത്ത് കൊടുക്കണ്ട കേട്ടോ, കുറച്ച് മാത്രം മതി. പിന്നെ ഇതിലേക്ക് കുറച്ച് ഗരം മസാല ഒരു 1/2 ടീസ്പൂൺ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഗരം മസാല ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്താം. ആവശ്യത്തിന് ഉപ്പ് ഇപ്പോൾ കുറച്ച് ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്ക് നോക്കിയിട്ട് വേണമെങ്കിൽ പിന്നീട് ചേർത്ത് കൊടുത്താൽ മതിയേ. ഇതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഞാൻ നല്ലപോലെ ചതച്ചിരിക്കുന്ന അല്ലെങ്കിൽ പേസ്റ്റ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി. പിന്നെ കുറച്ച് കറിവേപ്പില അത് ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടുന്ന മെയിനായിട്ടുള്ള ഐറ്റമാണ് ചെറിയുള്ളി. അത് ഒരു 2 കൈപ്പിടിയോടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞതിന് ശേഷമുള്ള ഒരു 10-15 ഉള്ളി അരിഞ്ഞെടുത്താൽ മതിയേ. പിന്നെ ഒരു 2 ടീസ്പൂണ് വെളിച്ചെണ്ണയും ഒരല്പം പുളി പിഴിഞ്ഞതും കൂടാണ് ഇതിലേക്ക് ചേർത്ത്, നമ്മുടെ വാളംപുളി ഉണ്ടല്ലോ അത് പിഴിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കിയിട്ട് ഞാനിപ്പോൾ ഒരു അരമണിക്കൂർ അത് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇങ്ങനെ വെക്കുവാണെങ്കിൽ നല്ലതായിരിക്കും, മസാലയൊക്കെ അത് പിടിച്ച് കിട്ടുകയും ചെയ്യുവേ. പിന്നെ ചെറിയുള്ളി ഉണ്ടെങ്കിൽ ചെറിയുള്ളി തന്നെ ചേർക്കണം, ഇല്ലെങ്കിൽ മാത്രം സവാള ചേർത്താൽ മതി. പക്ഷേ ചെറിയുള്ളി ചേർക്കുന്നതായിരിക്കും ഇതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത്. ഇനി ഒരു അരമണിക്കൂർ കഴിഞ്ഞ് നമ്മളിത് ചെയ്യാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടി വെച്ചിട്ട് അതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ തന്നെ വേണം കേട്ടോ ചെയ്യാൻ, ഇല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ സാധാ ഓയിൽ ചെയ്യാം. ഞാൻ പ്രത്യേകിച്ച് പറയാൻ തരാം, നമ്മൾ വെളിച്ചെണ്ണയൊക്കെ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെ ആയിരിക്കുമല്ലോ. അതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് ആദ്യമേ ഇട്ട് കൊടുത്തു. അതിൻ്റെ ഒരു കളറ് മാറി വരാൻ തുടങ്ങുമ്പം നമ്മൾ ആ മാരിനേറ്റ് വെച്ചിരുന്ന ചെമ്മീനുണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിനകത്തോട്ട് നമ്മൾ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കണ്ടേ, ചെമ്മീനിൽ നിന്ന് വെള്ളം ഇറങ്ങും കുറച്ച് കഴിയുമ്പോഴേ, നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലായിക്കോളും. അതിൽ കിടന്ന് വേണം വേവാൻ. നമുക്ക് ചെമ്മീനൊക്കെ പെട്ടെന്ന് വേവുന്നതാണല്ലോ. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കുകയും കൂടെ ചെയ്താൽ മതി, അടിയിലൊന്നും പിടിക്കാതെ. ഇപ്പോൾ നോൺ സ്റ്റിക്ക് പാനൊക്കെ ഉണ്ടെങ്കിൽ അതിലിടുവാണെങ്കിൽ നമുക്ക് അടിയിൽ പിടിക്കുമെന്നുള്ള പേടിയൊന്നും വേണ്ടല്ലോ. ഇത് ഞാൻ പല ചീനച്ചട്ടി വെച്ചിരിക്കുന്നതുകൊണ്ടാണ് കേട്ടോ പറയുന്നത്. പിന്നെ ഇതിലേക്ക് ഞാൻ പച്ചമുളക് ഒരു 2 ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പം കണ്ടോ, കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ആ ചെമ്മീനിൽ നിന്നുള്ള വെള്ളവും കൂടെയൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് അതിനകത്തോട്ട് വെള്ളമൊന്നും എക്സ്ട്രാ ഒഴിച്ച് കൊടുക്കണ്ടെന്ന് പറഞ്ഞത്. അല്ലാതെ തന്നെ ഉള്ളിയും എല്ലാം കൂടെ വെന്ത് വരുമ്പോഴത്തേക്ക് ആവശ്യത്തിന് വെള്ളം ആയിക്കോളും. ഇപ്പോൾ കുറച്ച് സമയം കൂടെ കഴിഞ്ഞപ്പോൾ അത് ഏകദേശം വെന്ത് ഒന്ന് പറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ചും കൂടെ ഒന്നുകൂടെ ഒന്ന് പറ്റിച്ചെടുക്കണേ. ഈ സമയത്ത് ടേസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എരിവ് കുറവുണ്ടെങ്കിലോ അല്ലെങ്കിൽ കുരുമുളക് പൊടി ചേർക്കണം താല്പര്യമുള്ളവർക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാൻ കേട്ടോ. ഇപ്പോൾ എനിക്കിതിൽ ആവശ്യത്തിന് എരിവൊക്കെ ഉള്ളതുകൊണ്ട് ഞാനത് ചേർക്കുന്നില്ല. അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് അതും കൂടെ ചേർത്ത് കൊടുക്കാം. വീണ്ടും ഞാൻ തുറന്ന് തന്നെ വെച്ചത് ചെയ്തിരിക്കുന്നത്. കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ ഒന്നും കൂടെ നല്ലപോലെ പറ്റി ഏകദേശം പാകത്തിന് വന്നിട്ടുണ്ട്. ഇങ്ങനെ എടുക്കേണ്ടവർക്ക് ഈ രീതിയിൽ എടുക്കാമേ. ഞാൻ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ തേങ്ങാപ്പാൽ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞാൽ അതിന് മുന്നേ ആ രീതിയിൽ നമുക്ക് ഓഫ് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഈ തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കുമ്പോൾ ഒന്നും കൂടി വേറൊരു ഫ്ലേവർ വരുമല്ലോ, അത് പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെ ആയിരിക്കുമല്ലോ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുമ്പോൾ. ഞാനിപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒരു 2 മിനിറ്റ് ഇതേപോലത്തെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമ്മളിത് ഓഫ് ചെയ്യുവാണ്. ഇത് നമുക്ക് ചപ്പാത്തിയുടെ കൂടെ ചോറിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റായിട്ട്, ചോറിനകത്ത് ഇളക്കി കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ഇതേ കൂടെ ട്രൈ ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒരിക്കലെങ്കിലും ഇതേ രീതിയിൽ ചെമ്മീനൊക്കെ കിട്ടുമ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയണം. ഇനി നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് ഇനി കാണാം. ഓക്കെ, ബൈ.